السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفر ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أيها الناس أوصيكم عباد الله أولا بتقوى الله. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് എവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ സമ്മാനമാണ് നമ്മുടെ മക്കൾ എന്നുള്ളത്. ശുദ്ധ പ്രകൃതിയിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മക്കളെ ഓരോരുത്തരെയും നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അശ്രദ്ധ കാരണം നമ്മുടെ ഒരു ഉപ്പ ഒരു ഉമ്മ എന്നുള്ള സ്ഥാനത്ത് നിന്നുകൊണ്ട് അവരെ നിരീക്ഷിക്കേണ്ട നോക്കേണ്ട ഭാഗത്തുള്ള അപാകത കാരണം നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോകാൻ പാടില്ല. മക്കളുടെ നന്മ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഓരോ ഉപ്പയും ഓരോ ഉമ്മയും. എന്നാൽ നമ്മുടെ ഭാഗത്തുണ്ടാകുന്ന അശ്രദ്ധകൾ കാരണം അവർ വഴി തെറ്റിപ്പോകുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ഉത്തരവാദികൾ നമ്മൾ ഓരോരുത്തരുമാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ ഏറ്റവും ഭാഗ്യം കിട്ടിയവരാണ് മനുഷ്യർ. കാരണം ഏതു ജീവികളെയും എടുത്തു പരിശോധിക്കുകയാണ് എങ്കിൽ ഏതാനും ദിവസങ്ങൾ കൊണ്ട് അതല്ലെങ്കിൽ മണിക്കൂറുകൾ കൊണ്ട് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്ന രീതിയിലാണ് ഏതൊരു ജീവജാലങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ഏറ്റവും കൂടുതൽ ശിക്ഷണം വേണ്ട, ഏറ്റവും കൂടുതൽ പരിചരണം വേണ്ട, പരിശീലനം വേണ്ട, താങ്ങും തണലായി നിൽക്കേണ്ട ഒരു വിഭാഗമാണ് മനുഷ്യർ എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ സ്വന്തം കാലിൽ നിൽക്കണമെങ്കിൽ ഒരുപാട് വർഷങ്ങൾ പിന്നിടേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇനി അതൊന്നും വേണ്ടെങ്കിൽ രണ്ട് കാലിൽ ഒന്ന് നിൽക്കാനും രണ്ടടി വെക്കാനും ചുരുങ്ങിയതൊരു വർഷമെങ്കിലും ഒരു കുട്ടി എടുക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ കാലയളവിലൊക്കെ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയെ നോക്കുന്നതും പരിപാലിക്കുന്നതും എല്ലാം ആ കുട്ടിയുടെ മാതാപിതാക്കളാണ്. എന്നാൽ
ആ മാതാപിതാക്കളുടെ ഭാഗത്തുനിന്ന് ആ പരിചരണത്തിൽ അപാകതകൾ ചെറുപ്രായത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ കുട്ടിയുടെ വലുപ്പത്തിലും അത് സംഭവിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം, ഇന്ത്യയിൽ തന്നെ പല നിലക്കുള്ള വാർത്തകൾ കേട്ടിട്ടുണ്ട്. 8 വയസ്സുകാരനായ ഒരു കുട്ടിയുടെ ഒരു ഹോബി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ കുട്ടിയിൽ ഉണ്ടായ ഒരു സ്വഭാവമെന്ന് പറയുന്നത് പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലുക എന്നുള്ളതാണ്. അതിലൊരു ഹരം കണ്ടെത്തിയിരുന്നു എന്നുള്ളത് ബീഹാറിൽ നിന്ന് കിട്ട വാർത്തയാണ്. ഉമ്മയോട് ചോദിച്ച സംഗതി തരാത്തതിൻ്റെ പേരിൽ ഉമ്മയെ കൊന്ന വിദ്യാർത്ഥിയും നമ്മുടെ രാജ്യത്ത് ഉണ്ടായ സംഭവമാണ്. കേരളത്തിൻ്റെ പശ്ചാത്തലം എടുത്ത് പരിശോധിക്കുകയാണ് എങ്കിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ക്രിമിനലുകളായി മാറുകയും അതിൻ്റെ പേരിൽ അവരുടേതായ ശിക്ഷകൾ അനുഭവിക്കുകയും ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് എന്നാണ് കണക്കുകൾ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. പ്രിയമുള്ളവരെ, ആ കേരളത്തിലാണ് നമ്മുടെ ഓരോരുത്തരുടെയും മക്കൾ താമസിക്കുന്നത്, അല്ലെങ്കിൽ ആ കേരളത്തിൽ നിന്ന് വന്നിട്ടാണ് ഇവിടെ നമ്മുടെ ഓരോരുത്തരുടെയും മക്കൾ താമസിക്കുന്നത്. നമ്മുടെ മക്കളെക്കുറിച്ച് ഇത്തരമൊരു വാർത്തകളോ സംസാരങ്ങളോ ആളുകൾ നടത്തുന്നത് ഒരു ഉപ്പയും ഉമ്മയും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അവരെ ഏറ്റവും സുന്ദരമായ രീതിയിൽ പരിപാലിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോടായിക്കൊണ്ട് പറയുന്നുണ്ട് സൂറത്തു തഹരീമിൽ, യാ അയ്യുഹല്ലദീന ആമനു, യേ സത്യവിശ്വാസികളെ, ഖു അൻഫുസകും വ അഹ്ലീകും നാറ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരുന്നു. വഖൂദുഹന്നാസു വൽ ഹിജാറ, അതിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യന്മാരും കല്ലുകളുമാണ്. അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അല്ലാഹുവിനെ ധിക്കരിക്കാത്ത, അല്ലാഹു എന്താണോ പറഞ്ഞത് അത് അതുപോലെ അനുസരിക്കുന്ന വളരെ പരുഷന്മാരായിട്ടുള്ള കടുത്ത സ്വഭാവമുള്ള അത്തരം രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പെരുമാറാൻ പഠിപ്പിച്ചിട്ടുള്ള മലക്കുകളാണ് ആ നരകത്തിൻ്റെ പാറാവുകാരായിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചു തരുന്നു. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഉലമാക്കൾ പറയുന്നുണ്ട്, ഖു അൻഫുസകും വ അഹ്ലീകും നാറ, നിങ്ങൾ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാക്കണമെന്ന് പറയുമ്പോൾ അദ്ദിബൂഹും ഫഅഹ്സിനൂ തഅദീബഹും, നിങ്ങൾ അവർക്ക് നല്ല അദബ് പഠിപ്പിച്ചു കൊടുക്കണം, നല്ല മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കണം. തൻ്റെ സ്വർഗ ജീവിതത്തിന് വേണ്ടി ഏറ്റവും നല്ല രീതിയിൽ തൻ്റെ കുടുംബത്തെ വാർത്തെടുക്കേണ്ട ഉത്തരവാദിത്തം, കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ആളുകൾക്കാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് നല്ലൊരു ശഖ്സിയത്ത് കിട്ടേണ്ടതുണ്ട്, നല്ലൊരു പേഴ്സണാലിറ്റി നമ്മുടെ മക്കൾക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അതെവിടുന്ന് കിട്ടും? ഒരു ശാസ്ത്രത്തിനും അത് നൽകാൻ കഴിയുകയില്ല. അത് നമ്മുടെ സ്കൂളിൽ പോകുന്ന പാഠപുസ്തകത്തിൽ നിന്ന് സ്വായത്തമാക്കേണ്ടതല്ല. അത് നമ്മളെ കണ്ടുകൊണ്ട്, നമ്മുടെ പെരുമാറ്റങ്ങൾ കണ്ടുകൊണ്ട്, നമ്മുടെ ഇടപെടലുകൾ കണ്ടുകൊണ്ട്, നമ്മുടെ സ്നേഹപ്രകടനങ്ങൾ കണ്ടുകൊണ്ട്, നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ക്രയവിക്രയങ്ങളും അങ്ങനെ ഇടപാടുകളും എല്ലാം നമ്മുടേതായ ഓരോ നീക്കങ്ങളും കണ്ടുകൊണ്ട് നല്ലൊരു ശഖ്സിയത്ത്, നല്ലൊരു പേഴ്സണാലിറ്റിയുള്ള മകനായി മകളായി നമ്മളെ കണ്ടുകൊണ്ട് നമ്മുടെ മക്കൾ മാറേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അതിനെന്തു വേണം? നാളെ റബ്ബിൻ്റെ ചോദ്യമുണ്ട്. നമ്മൾ നല്ല ഒരു പേഴ്സണാലിറ്റിയുള്ള, നല്ലൊരു ശഖ്സിയത്തുള്ള മക്കളായി നമ്മുടെ മക്കളെ നമ്മൾ വാർത്തെടുത്തിട്ടില്ല എങ്കിൽ നാളെ റബ്ബിൻ്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും. നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ഇംഗിതങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ഓരോ താല്പര്യങ്ങൾക്ക് വേണ്ടി മക്കളെ നമ്മൾ അവഗണിക്കുകയോ അതല്ലെങ്കിൽ അവരെ നമ്മൾ പരിഗണിക്കാതിരിക്കുകയോ അവരുടെ വിഷയത്തിൽ നമ്മൾ അശ്രദ്ധ കാണിക്കുകയോ ചെയ്യുന്നുണ്ട് എങ്കിൽ നാളെ പാരത്രിക ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിടുകയില്ല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നു, കുല്ലുക്കും റാഇൻ വമസ്ഊലുൻ അൻ റഇയതിഹി, ഓരോരുത്തരും ഭരണകർത്താക്കളാണ്,
അവരുടെ കീഴിലുള്ള ആളുകളെക്കുറിച്ച് ചോദ്യം ചെയ്യും. അൽ ഇമാമു റാഇൻ വഹുവ മസ്ഊലുൻ അൻ റഇയതിഹി. ഒരു ഭരണാധികാരി, ഒരു ഇമാം, അദ്ദേഹം ഭരണാധികാരിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തമുള്ള ആളുകളാണ്. തൻ്റെ കീഴിലുള്ള ആളുകളെക്കുറിച്ച് ചോദ്യം ചെയ്യും. വറജുലു ഫി അഹ്ലിഹി റാഇൻ വഹുവ മസ്ഊലുൻ അൻ റഇയതിഹി. ഓരോ പുരുഷനും തൻ്റെ വീട്ടിലെ ഉത്തരവാദിത്തമുള്ള ആളുകളാണ്. ആ വീട്ടിലെ ഓരോ മെമ്പറെക്കുറിച്ചും നാളെ റബ്ബിൻ്റെ മുമ്പിൽ ചോദ്യമുണ്ട്. തൻ്റെ ഭാര്യയെക്കുറിച്ച് റബ്ബിൻ്റെ മുമ്പിൽ ചോദ്യമുണ്ട്. തൻ്റെ ഓരോ മക്കളെക്കുറിച്ചും റബ്ബിൻ്റെ മുമ്പിൽ ചോദ്യമുണ്ട്. നമ്മുടെ വീട്ടിൽ വളരുന്ന ആരൊക്കെയുണ്ടോ, കുടുംബക്കാരായി ആരൊക്കെയുണ്ടോ, നമ്മുടെ വീട്ടിലാണോ, നമ്മുടെ സംരക്ഷണത്തിലാണോ, റബ്ബിൻ്റെ മുമ്പിൽ ചോദ്യമുണ്ട് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. വൽ മർഅതു ഫീ ബൈതി സൗജിഹാ റാഇയത്തുൻ വഹിയ മസ്ഊലത്തുൻ അൻ റഇയതിഹാ. ഓരോ പെണ്ണും അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലെ ഭരണകർത്താവാണ് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലെ വിഷയങ്ങളെക്കുറിച്ച് ഓരോ പെണ്ണിനോടും ചോദ്യമുണ്ട് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളെ ഒരാളൊരു ജോലി ഏൽപ്പിച്ചു, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അവലോകനം, അതല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കൃത്യമായ ചിത്രം നമ്മളോട് ചോദിക്കുമെങ്കിൽ എത്രമാത്രം സൂക്ഷ്മതയോടുകൂടിയായിരിക്കും നമ്മൾ ഓരോരുത്തരും ആ ഉത്തരവാദിത്തം ചെയ്തു തീർക്കുന്നത് എന്നതുപോലെ ആയിരിക്കണം നമ്മുടെ മക്കളുടെ വിഷയത്തിൽ. കാരണം റബ്ബിൻ്റെ മുമ്പിൽ ചോദ്യമുണ്ട്. നമുക്ക് പിറന്നിട്ടുള്ള എത്ര എണ്ണം മക്കളുണ്ടാകട്ടെ, ഓരോ മക്കളെക്കുറിച്ചും നാളെ റബ്ബിൻ്റെ കോടതിയിൽ നമുക്ക് ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയുന്ന രീതിയിലാണോ നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുന്നതും അവരെ അദബുകൾ പഠിപ്പിക്കുന്നതും എന്ന് നമ്മൾ ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കേണ്ടതുണ്ട്. അതിനെന്തു വേണം? നാളെ റബ്ബിൻ്റെ ചോദ്യത്തിന് ഏറ്റവും സുന്ദരമായി കൊണ്ട് മറുപടി പറഞ്ഞ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയണമെങ്കിൽ എന്തു വേണം? നമ്മുടെ മക്കളും കുടുംബവും വീടും നന്നാകേണ്ടതുണ്ട്. അതിനെന്തു വേണം? അതിനുള്ള ചില കാര്യങ്ങളാണ്. ഒന്നാമത്തേത് അദ്ദുആഉൽ ഖാലിസ്, നിഷ്കളങ്കമായി കൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പ്രാർത്ഥനയാണ്. നല്ല മക്കളെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, മക്കളെ നന്നാകണമെന്നുള്ള പ്രാർത്ഥന മാത്രമല്ല, നമ്മുടെ ദാമ്പത്യ ജീവിതം തുടങ്ങുന്ന അന്നു മുതൽ നല്ലൊരു മക്കളെ കിട്ടണമെന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നല്ല മക്കളെ കിട്ടിയാലാണ് സ്വസ്ഥതയുള്ള, സ്ഥൈര്യമുള്ള ഒരു ജീവിതം നമ്മുടെ കുടുംബ ജീവിതത്തിൽ സ്വായത്തമാവുകയുള്ളൂ. അതല്ലാത്തിടത്തോളം കാലം ഒരു മനസ്സമാധാനമെന്ന് പറയുന്നത് നമ്മുടെ കുടുംബ ജീവിതത്തിൽ പ്രതീക്ഷിക്കേണ്ടതില്ല. അതുകൊണ്ട് നമ്മുടെ ദാമ്പത്യ ജീവിതം തുടങ്ങുന്ന ഒന്നാമത്തെ ദിവസം മുതൽ അള്ളാഹുവേ നല്ലൊരു മക്കളെ തരണമെന്നും എൻ്റെ മക്കളെ നല്ലവരാക്കി മാറ്റണമെന്നുള്ള പ്രാർത്ഥന നമുക്ക് നടത്താൻ കഴിയേണ്ടതുണ്ട്. ഏത് വിഷയത്തിലും നമ്മുടെ മക്കളെ കൂടി, ഏതു നന്മയുടെ വിഷയങ്ങൾ റബ്ബിനോട് ചോദിക്കുന്നു അതിൽ മക്കളെ കൂടി ഉൾപ്പെടുത്താൻ നമുക്ക് കഴിയണം. അതാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മാതൃക നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നോക്കൂ നിങ്ങൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നു, റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി. റബ്ബി ജഅൽനി, അല്ലാഹുവേ നീ എന്നെ ആക്കണം, മുഖീമസ്സലാം, നമസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തണം, വമിൻ ദുർരിയതി, എൻ്റെ മക്കളെയും നീ അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്. നോക്കൂ നിങ്ങൾ പ്രിയമുള്ളവരെ, ഏതു നന്മയുടെ വിഷയത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥന നടത്തിക്കൊണ്ട് അവസാനിപ്പിക്കേണ്ടവരല്ല നമ്മൾ. നമ്മുടെ മക്കളെ കൂടി അതിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. അങ്ങനെ മക്കളെ ഉൾപ്പെടുത്തണമെങ്കിൽ നമ്മൾ എന്തു വേണം? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നാമത്തെ ദിവസം മുതൽ പ്രാർത്ഥിക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയും, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, അല്ലാഹുവേ എനിക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണമെന്ന. സ്വാലിഹീങ്ങളായ മക്കളെ നൽകണം എന്നല്ല, അല്ലെ? മക്കളില്ലാത്തവർ ആശങ്കപ്പെട്ട് ആവലാതിപ്പെടുന്ന സാഹചര്യമാണ്. അവിടെ മക്കളെ തരണമെന്നല്ല, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, എനിക്ക് സ്വാലിഹീങ്ങളായ മക്കളെ തരണം. കാലങ്ങളോളം മക്കളില്ലാതെ വിഷമിച്ച മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രതീക്ഷ അവസാനിപ്പിക്കാതെ പ്രാർത്ഥിക്കുകയാണ്. ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ, അല്ലാഹുവേ എനിക്ക് ത്വയ്യിബായിട്ടുള്ള മകനെ, നല്ല ഒരു മകനെ അല്ലെങ്കിൽ സന്താനത്തെ നൽകണമെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ മക്കൾ എന്തായിരിക്കണം? ത്വയ്യിബായിരിക്കണം, സ്വാലിഹായിരിക്കണം.
നല്ലതായിരിക്കണം, സ്വാലിഹായിരിക്കണമെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് നിരന്തരമായ പ്രാർത്ഥനയേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. നോക്കൂ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദുർ റഹ്മാന്റെ പ്രാർത്ഥനയായി കൊണ്ട് പഠിപ്പിച്ചു തരുന്നത് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. പ്രിയമുള്ളവരെ, ഒരു ദിവസം പോലും നമ്മൾ മറക്കാൻ പാടില്ലാത്ത വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനകളിൽ ചില പ്രാർത്ഥനകളിൽ ഒന്നാണ് ഈ പ്രാർത്ഥന. 2 പ്രാർത്ഥനകൾ ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചേർത്ത് വെക്കേണ്ടതുണ്ട്. ഇത് നിർബന്ധമായിട്ട് എവിടെയും പഠിപ്പിച്ചെന്നിട്ടില്ല പ്രാർത്ഥിക്കണമെന്നുള്ളത്. ഒന്ന്, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സിഗാറ എന്നുള്ളത് നമ്മൾ ഒരു ദിവസം പോലും മറക്കാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മകനായി നമ്മൾ മാറണം. എങ്കിൽ നമുക്ക് വേണ്ടി നമ്മുടെ മക്കൾ പ്രാർത്ഥിക്കും. രണ്ടാമത്തത്, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. അല്ലാഹുവേ, എനിക്ക് എൻ്റെ മക്കളിലും എൻ്റെ ഇണകളിലും നീ എനിക്ക് കൺകുളിർമ പ്രദാനം ചെയ്യണമെന്നുള്ള പ്രാർത്ഥനയാണ്. അല്ലേ? നമ്മൾ മാത്രം നന്നായാൽ പോരാ. വീട്ടിൽ നമ്മൾ മാത്രം നന്നായി, നമ്മുടെ ഇണ നന്നായിട്ടില്ല എങ്കിൽ, ദീനില്ല എങ്കിൽ സ്വസ്ഥതയുള്ള ഒരു ജീവിതം സാധ്യമല്ല എന്നുള്ളതാണ്. നമ്മുടെ മക്കളുടെ വിഷയത്തിൽ അത് സാരമായി ബാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കണം, അല്ലാഹുവേ, എൻ്റെ ഇണകളിൽ നീ എനിക്ക് കൺകുളിർമ പ്രദാനം ചെയ്യണം, എൻ്റെ മക്കളിൽ നീ എനിക്ക് കൺകുളിർമ പ്രദാനം ചെയ്യണം. ഒരു ദിവസം പോലും മുടങ്ങാതെ പ്രാർത്ഥിക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. ഭാര്യമാരിലും സന്താനങ്ങളിലും കൺകുളിർമ അത് അവരുടെ ദീനിലൂടെയാണ് എന്നുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരികയാണ്, തള്ളപ്പെടാത്ത 3 പ്രാർത്ഥനകളുണ്ട്. തള്ളപ്പെടാത്ത 3 പ്രാർത്ഥനകളുണ്ട്. അതിൽ പ്രിയമുള്ളവരെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സലാത്തു ദഅവാതിൻ മുസ്തജാബാതുൻ ലാ ശക്ക ഫീഹിൻ. 3 പ്രാർത്ഥനകൾ അത് അല്ലാഹ് തട്ടൂല, അതിലൊരു സംശയവുമില്ല, ഒരു സംശയവുമില്ല. ഒന്ന്, ദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെടുന്നവന്റെ പ്രാർത്ഥന. ആക്രമിക്കപ്പെടുന്നവന്റെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല തട്ടുകയില്ല എന്നാണ്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞു, ആ പ്രാർത്ഥിക്കുന്നവൻ ഒരു അവിശ്വാസിയാണെങ്കിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രാർത്ഥന സ്വീകരിക്കുന്ന. അപ്പോൾ എത്രമാത്രം ഗൗരവമുണ്ട്. അന്യായമായി ഒരാളെ നാവ് കൊണ്ടോ വാക്കുകൊണ്ടോ അതല്ലെങ്കിൽ കൈകൾ കൊണ്ടോ വേദനിപ്പിക്കുന്നുണ്ട് എങ്കിൽ, ആക്രമിക്കുന്നുണ്ട് എങ്കിൽ, അതൊരു അവിശ്വാസിയാണെങ്കിൽ അവൻ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥനക്കുത്തരമുണ്ട് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തത്, വദഅവത്തുൽ വാലിദി അലാ വലദിഹി, മാതാപിതാക്കൾ തൻ്റെ മക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനയാണ്. അതിന് ഉത്തരമുണ്ട് പ്രിയമുള്ളവർ, ഉത്തരമുണ്ട്. അതുകൊണ്ട് എനിക്കുത്തരം കിട്ടുമെന്നുറപ്പുള്ള ഒരു പ്രാർത്ഥനയാണ് എൻ്റെ മകൻ്റെ വിഷയത്തിൽ ഞാൻ നടത്തുന്ന പ്രാർത്ഥന. അതവർക്ക് ഖൈറിന് വേണ്ടി മാത്രമേ ഞാൻ നടത്തുകയുള്ളൂ എന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. വേദനിപ്പിക്കുന്ന ഏതെങ്കിലും ഇടപെടലുകൾ നമ്മുടെ മക്കളിൽ നിന്നുണ്ടാകുമ്പോൾ ശാപത്തിൻ്റെയോ അവരെ പഴി പറയുന്നതിൻ്റെയോ രീതിയിലുള്ള പ്രാർത്ഥനകൾ ഉയരുന്നുണ്ട് എങ്കിൽ അതിനും ഉത്തരമുണ്ടാകുമെന്നുള്ള തിരിച്ചറിവുണ്ടാകുക. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും മക്കളുടെ നന്മകൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. മൂന്നാമത്തത് വദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരൻ്റെ പ്രാർത്ഥനയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരാം. നിങ്ങൾ മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ, അദ്ദേഹം തൻ്റെ മകൻ്റെ വിഷയത്തിൽ, അലി ഇബ്നു ഫുളൈലിൻ്റെ വിഷയത്തിൽ വല്ലാതെ വേദനപ്പെടുകയാണ്. ഏറ്റവും നാട്ടിലെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുല്ല പറയുന്നുണ്ട്, ഖൈറുന്നാസ്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ആളാണ് ഫുളൈൽ ഇബ്നു ഇയാദ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകനോ തലതെറിച്ചിട്ടുള്ളത് സമൂഹത്തിലെ ഏറ്റവും മാന്യനായിട്ടുള്ള ഏറ്റവും നല്ല വ്യക്തി. പക്ഷേ സ്വന്തം മകൻ വഴിപിഴച്ചിട്ടാണുള്ളത്. പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, വല്ലാത്ത വിഷമത്തിലാണ്. അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, ഞാൻ പലതവണ പറഞ്ഞു നോക്കി, ഉപദേശിച്ചു നോക്കി, അല്ലാഹുവേ, എൻ്റെ മകനെ ഞാൻ നിന്നിലേക്ക് ഏൽപ്പിക്കുകയാണ്, അല്ലാഹുവേ, ഏറ്റവും നല്ല മകനാക്കി നീ മാറ്റണമെന്ന് ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ
റബ്ബിനോട് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകി എന്നുള്ളതാണ്. പിന്നീട് ജനങ്ങളിൽ ഏറ്റവും നല്ല വ്യക്തിയായി അറിയപ്പെട്ടത് അലി ഇബ്നു ഫുളൈൽ റഹിമഹുള്ളയാണ് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ട് ഉത്തരം കിട്ടുന്ന ഉറപ്പുള്ളൊരു സംഗതി നമ്മളെ കയ്യിലുള്ളത്. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന പ്രാർത്ഥന ഉത്തരം ഉറപ്പാണ്. അതുകൊണ്ട് ആ രീതിയിൽ മക്കളുടെ നന്മകൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. മഹാനായ ഇമാം ബുഖാരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം. ലോകം കണ്ട ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതൻ, ഹദീസിന് വേണ്ടി തൻ്റെ ജീവിതം മുഴുവൻ മാറ്റിവെച്ച ഹദീസ് പണ്ഡിതൻ ഇമാം ബുഖാരി റഹിമഹുല്ല. അദ്ദേഹത്തിന് കണ്ണ് കാണാൻ കഴിയാത്ത പണ്ഡിതനായിരുന്നു. ചെറുപ്രായത്തിൽ അദ്ദേഹത്തിന് കണ്ണ് കാണാൻ കഴിയില്ല. ഉമ്മയുടെ പ്രാർത്ഥന കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പണ്ഡിതനെ കാഴ്ച തിരിച്ചു കൊടുക്കുകയും അദ്ദേഹം ലോകമറിയപ്പെടുന്ന ഏറ്റവും വലിയ പണ്ഡിതനായി, അസഹുൽ കുതുബി ബഅദ കിതാബില്ല, അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നല്ല കിതാബ് അത് സ്വഹീഹുൽ ബുഖാരിയാണ് എന്ന് പണ്ഡിത ലോകം മുഴുവൻ ഒന്നടങ്കം പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ആ സ്വഹീഹുൽ ബുഖാരിയുടെ ഓദറായിട്ടുള്ള മഹാനായ ഇസ്മായിൽ ബുഖാരി റഹിമഹുല്ല ഉമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമായി കാഴ്ച തിരിച്ചു കിട്ടുന്നു. തൻ്റെ കാഴ്ച കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭൂമിയിലൂടെ സഞ്ചരിച്ച് ഹദീസുകൾ ക്രോഡീകരിച്ച് ഉമ്മത്തിന് സമർപ്പിക്കുന്നു. നോക്കൂ നിങ്ങൾ, ഒരു ഉമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അതുകൊണ്ട് പവറുണ്ട്, നമ്മുടെ ഓരോ വാക്കിനും അത്രക്ക് പവറുണ്ട്. അത് മക്കൾക്കെതിരാകാൻ പാടില്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പ്രത്യേകം പഠിപ്പിച്ചു പറഞ്ഞു, ലാ തദ്ഉ അലാ അൻഫുസികും വലാ തദ്ഉ അലാ ഔലാദികും വലാ തദ്ഉ അലാ അംവാലികും. നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തിനെതിരെയോ നിങ്ങളുടെ മക്കൾക്കെതിരെയോ നിങ്ങളുടെ സമ്പത്തിനെതിരെയോ നിങ്ങൾ പ്രാർത്ഥിക്കരുത്. അള്ളാഹു ഉത്തരം നൽകുന്ന സമയങ്ങളോട് നിങ്ങളെ പ്രാർത്ഥന യോജിച്ചു വന്നാൽ അള്ളാഹ് അതിന് ഉത്തരം നൽകുന്നു. ഇതൊന്നും ഒരിക്കലും നന്നാവില്ല എന്ന് നമ്മളെ മകനെ നോക്കി വിഷമത്തിൻ്റെ ആധിക്യത്താൽ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുന്ന സമയവുമായി യോജിച്ച് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഓനെ നോക്കിയിട്ട് കാര്യമില്ല, പിന്നെ ഓൻ്റെ വിഷയത്തിൽ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. അതിനൊരു ഉത്തരവാദി നമ്മളാണ് എന്നുള്ളത്, നമ്മൾ നടത്തിയ പ്രാർത്ഥനയാണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് ഉത്തരം കിട്ടുന്ന പ്രാർത്ഥന നമ്മുടെ മക്കളുടെ വിഷയത്തിലാണ് എങ്കിൽ അത് ഖൈറിനു വേണ്ടി മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് യുഅല്ലിമൂനഹു അത്തൗഹീദ്, അവരെ തൗഹീദ് പഠിപ്പിക്കുകയും തൗഹീദ് കൊണ്ട് കൽപ്പിക്കുകയും ശിർക്ക് വിരോധിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രിയമുള്ളവരെ, നോക്കൂ നിങ്ങൾ, നമ്മളെ മക്കൾ റോട്ടുമ്മക്ക് ഇറങ്ങുമ്പോൾ എന്തൊക്കെ ഉപദേശം കൊടുക്കണം. ഇങ്ങനെ അരിയത്തു കൂടെ നടക്കണം കേട്ടോ, റോട്ടുമ്മക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പാടില്ല, അങ്ങോട്ട് നീങ്ങാൻ പാടില്ല, എന്തൊക്കെ നമ്മൾ നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുക്കാറുണ്ട് അല്ലേ? എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം തൗഹീദിലല്ലാതെയാണ് മോളെ നീ മരിക്കുന്നത് എങ്കിൽ നാളെ സ്വർഗ്ഗമില്ല കേട്ടോ നിനക്ക്. അതാണ് ഏറ്റവും വലിയ ഉപദേശം. നമ്മൾ ജീവിതത്തിൽ കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം അതാണ്. ചേർത്തുപിടിച്ചുകൊണ്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? മദ്രസയിലേക്ക് വിട്ട് മദ്രസ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എൻ്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്നുള്ളത് രീതിയിലിരിക്കാൻ ഒരു രക്ഷിതാവിനും നിർവാഹമില്ല എന്നുള്ളത്. ഒരു രക്ഷിതാവിനും നിർവാഹമില്ല. എന്താ എൻ്റെ മദ്രസ പോകുന്നുണ്ട്, ഒക്കെ ഓൻ അവിടുന്ന് പഠിച്ചോളൂ, ഞാൻ ഇതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനല്ല. വിശുദ്ധ ഖുർആൻ 31-ാം അധ്യായം സൂറത്തു ലുഖ്മാനിൽ ലുഖ്മാൻ തൻ്റെ മകന് കൊടുക്കുന്ന ഉപദേശങ്ങൾ എടുത്തു പറയുന്നുണ്ട്. അതിലൊന്നാമത്തെ ഉപദേശം യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാ ഇന്നശ്ശിർക ലദുൽമുൻ അദീം. എത്രമാത്രം പ്രാധാന്യത്തോടു കൂടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറഞ്ഞത്. വഇദ് ഖാല ലുഖ്മാനു ലിഇബ്നിഹി, ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും, അതായത് ഒരു മൗഖിഫിലേക്ക് വിളിച്ചു കൊണ്ടുപോകുന്നതിനാണ് ഇത് എന്ന് പ്രയോഗിക്കാം. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയിലേക്ക് വിളിച്ചു കൊണ്ടുപോകുക, എന്നിട്ട് കണ്ട് ചിന്തിക്കാൻ പറയുന്നതിനാണ് ഇത് എന്ന പ്രയോഗം അറബിയിൽ പ്രയോഗിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വഇദ് ഖാല ലുഖ്മാനു ലിഇബ്നിഹി, ലുഖ്മാൻ തൻ്റെ മകനോട് പറഞ്ഞ ഉപദേശം അത് കണ്ട് പഠിക്കാൻ നമ്മളോട് പറഞ്ഞത്, അത് കണ്ടു പഠിക്കാൻ, അതുപോലെയുള്ള ഒരു വാപ്പയാകാൻ, അതുപോലെയുള്ള ഒരു ഉമ്മയാകാനാണ്
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്താ പറയുന്നത്? യാ ബുനയ്യ, എൻ്റെ പൊന്നുമോനെ, ചേർത്തു പിടിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ ലാളിത്യത്തിൻ്റെ വചനങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു, ലാ തുശ്രിക ബില്ലാഹ്, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. ഇന്ന ശിർക ലദുൽമുൻ അദീം, ശിർക്ക് എന്ന് പറയുന്നത് മഹാപാപമാണ്, വലിയ അക്രമമാണ്. അത് ചെയ്തു പോയാൽ നിനക്ക് നരകത്തിലായിരിക്കും നിന്റെ ശാശ്വതവാസമെന്ന് ഉപദേശം കൊടുക്കുന്നു. എത്ര പേര് നമുക്കൊക്കെ മക്കളുണ്ടല്ലോ, നമുക്കൊക്കെ മക്കളുണ്ട്, പറഞ്ഞാൽ മനസ്സിലാകുന്ന പ്രായമായിട്ടുണ്ട്. എത്ര പേര് ചേർത്തെടുത്ത് കൊടുത്തിട്ടുണ്ട്, എത്ര പേര് കൊടുത്തിട്ടുണ്ട് പ്രിയമുള്ളവരെ. മദ്രസയ്ക്ക് വിടുന്നത് കൊണ്ട് ഉപ്പയുടെ ഉത്തരവാദിത്വം തീരുന്നില്ല, ഉമ്മയുടെ ഉത്തരവാദിത്വം തീരുന്നില്ല. ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ട്, അതൊക്കെ മദ്രസയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് തീരുന്നില്ല. ചേർത്തു പിടിച്ചു കൊടുക്കാൻ കഴിയണം. അതാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, വവസ്സാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയഅഖൂബു യാ ബനിയ്യ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. വവസ്സാ ബിഹാ ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉപദേശം നൽകിയെന്നാണ്. ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഉലമാക്കൾ പറയുന്നുണ്ട്, വസ്സാ ഇബ്രാഹിമു ബികലിമത്തി തൗഹീദ്, കലിമത്തു തൗഹീദ് കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉപദേശം നൽകി. ആർക്ക്? ബനീഹി, തൻ്റെ മക്കൾക്ക്. വഹുമാ ഇസ്മാഈൽ വ ഇസ്ഹാഖ്, ആ മക്കളാരാ? ഇസ്മാഈലും ഇസ്ഹാഖും. ആരാ അവർ? അവർ രണ്ടുപേരും പ്രവാചകന്മാരാണ്, അള്ളാനെക്കുറിച്ച് അറിഞ്ഞവരാണ്, അള്ളാനെക്കുറിച്ച് മനസ്സിലാക്കിയവരാണ്. എന്നിട്ടും ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവർക്ക് ഉപദേശം നൽകി എന്നുള്ളതാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാം ഉപദേശം നൽകി. യാക്കൂബ് നബി അലൈഹിസ്സലാമയുടെ മക്കളിൽ യൂസുഫ് നബി അലൈഹിസ്സലാം നബിയാണ്. എന്നിട്ടും യൂസുഫ് നബി അലൈഹിസ്സലാം ഉപദേശം നൽകി, യാ ബുനയ്യ, എൻ്റെ പൊന്നുമക്കളെ, ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മതത്തെ നിങ്ങൾക്ക് തെരഞ്ഞെടുത്തിരി തന്നിരിക്കുന്നു. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായി കൊണ്ടല്ലാതെ മരിക്കരുതേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയും യാക്കൂബ് നബി അലൈഹിസ്സലാമയും തൻ്റെ മക്കൾക്ക് നൽകുന്ന ഉപദേശമാണ്. അല്ലേ, മുസ്ലിമായി മരിച്ചാലേ അവിടെ രക്ഷയുള്ളൂ. ശിർക്കെന്ന് പറയുന്ന മഹാപാതകം ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ അത് അമ്പിയാക്കന്മാരുടെ മക്കളാണെങ്കിലും ശരി, അവിടെ നിർവാഹമില്ല എന്നുള്ളതാണ്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമയുടെ മകൻ നരകത്തിലാണ്. അല്ലേ, നബിയുടെ മകനാണെന്ന പരിഗണന അവിടെ ലഭിക്കുകയില്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താങ്ങും തണലായി നിന്നിരുന്ന അബൂ താലിബ് നരകത്തിലാണ്. അല്ലേ, ഇവരൊക്കെ നരകത്തിലാണ് എങ്കിൽ ഒരു പ്രവാചകന്റെയും കുടുംബക്കാർക്കോ മകനോ ഭാര്യക്കോ അവർക്ക് സ്വന്തമായി നൽകാൻ കഴിയുന്നതല്ല സ്വർഗമെന്ന് പറയുന്നത്. അത് തൗഹീദിലൂടെ കിട്ടുന്ന ഒന്നാണ്, തൗഹീദിലൂടെ കിട്ടുന്ന ഒന്ന്. അതിൽ നിന്ന് വ്യതിചലിച്ചോ, വാപ്പ എത്ര മുത്തക്കിയാണെങ്കിലും 5 വക്ത് നമസ്കരിക്കുന്നവനാണെങ്കിലും ഉമ്മ കൃത്യമായി ഇസ്ലാമികപരമായിട്ടുള്ള ജീവിതം നയിക്കുന്നവരാണെങ്കിലും കാര്യമില്ല എന്നാണ് നമ്മളെ പഠിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തൗഹീദ് കൊണ്ട് ഉപദേശിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. മൂന്നാമത്തത് അൻതമുറഹും ബിസ്സലാ, നമസ്കാരം കൊണ്ട് അവരെ കൽപ്പിക്കണം എന്നുള്ളതാണ്. നമസ്കാരം കൊണ്ട് അവരെ കൽപ്പിക്കണം. നോക്കൂ നിങ്ങൾ പ്രിയമുള്ളവരെ, നമുക്ക് കാണാൻ കഴിയും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും, വഅ്മുർ അഹ്ലക ബിസ്സലാ വസ്തബിർ അലൈഹാ. അല്ലേ, അമ്പിയാക്കന്മാരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വഅ്മുർ അഹ്ലക ബിസ്സലാ, അവരവരുടെ കുടുംബത്തോട് നിസ്കാരത്തെക്കുറിച്ച് കൽപ്പിക്കും. വസ്തബിർ അലൈഹ, അതിൽ ക്ഷമയോടുകൂടി കഴിച്ചു കൂട്ടുകയും ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്മായിൽ നബി അലൈഹിസ്സലാമയെ കുറിച്ച് പറയുന്നുണ്ട്. വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാ വസ്സകാ വകാന ഇൻദ റബ്ബിഹി മർദിയ, തൻ്റെ കുടുംബത്തോട് നമസ്കാരവും സക്കാത്തും കൊണ്ട് അദ്ദേഹം കൽപ്പിക്കുമായിരുന്നു എന്നുള്ളതാണ്. തൻ്റെ രക്ഷിതാവിൻ്റെ അടുക്കൽ ഏറ്റവും നല്ല തൃപ്തിപ്പെട്ട പ്രീതി ലഭിച്ചവനായി അദ്ദേഹം മാറി എന്നുള്ളത് നമുക്ക് പ്രമാണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ, പ്രവാചകന്മാർ പോലും തൻ്റെ മക്കളോട് തൻ്റെ കുടുംബത്തോട് നമസ്കാരത്തെക്കുറിച്ച് കൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മളെത്ര പറഞ്ഞിട്ടുണ്ട്, നമ്മളെത്ര കൈപിടിച്ച് മക്കളെ പള്ളിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇത് ചെറുപ്പത്തിലെ പഠിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. അത് വലുതാവുമ്പോൾ കൊണ്ടുപോകാന്ന് പറഞ്ഞിരുന്നാൽ അത് പിന്നെ കിട്ടലുണ്ടാവില്ല. ഉമ്മമാര് പെമ്മക്കളെ ചേർത്തു പിടിച്ച് സ്വന്തം വരിയിൽ നിർത്തിക്കൊണ്ട് അവരെ നമസ്കരിക്കാൻ പഠിപ്പിക്കണം. ഒരു വലുതാവുമ്പോൾ നമസ്കരിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് കാര്യം ഉണ്ടാവില്ല.
പിന്നെ ഇതൊന്നും പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയ്ക്ക് വരും. അതുകൊണ്ട് എപ്പോൾ പഠിപ്പിക്കണമെന്നും എപ്പോൾ തുടങ്ങണമെന്നും കൃത്യമായി പഠിപ്പിച്ചു തരുന്നു അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ കൽപ്പിക്കണം മുറു ഔലാദകും ബിസ്സലാത്തി ബിസ്സബഈൻ അല്ലേ. 7 വയസ്സായ നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കണം, പറയണം നിസ്കരിച്ചോ ചോദിക്കണം, നിസ്കരിപ്പിക്കണം അല്ലേ. നിർബന്ധം പിടിക്കേണ്ടതില്ല. അവർക്ക് ഈ ചോദ്യം 5 വക്ത് ഇങ്ങനെ ഒരു കാതുകളിലെത്തണം. എന്നിട്ടോ 10 വയസ്സായി കഴിഞ്ഞാൽ അടി തുടങ്ങണം. 10 വയസ്സായി കഴിഞ്ഞാൽ അടി തുടങ്ങണം എന്നുള്ളതാണ്. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹദീസുകൾ നമുക്ക് വന്നിട്ടുണ്ട് എങ്കിൽ ഇത് അള്ളാൻ്റെ കൽപ്പന. അങ്ങനെ നമ്മൾ ശിക്ഷണം നമ്മളെ മക്കൾക്ക് കൊടുത്താണെങ്കിൽ നിസ്കാരം തുടങ്ങും. ഇത് 10 വയസ്സാവുമ്പോൾ അന്ന് പറയാന്ന് പറഞ്ഞാൽ അന്ന് മുതലേ ഇത് മുണ്ടാതിരുന്നു കഴിഞ്ഞാലോ പിന്നെ കിട്ടൂല. പിന്നെ ഒരു സുപ്രഭാതത്തിൽ 10 വയസ്സാകുമ്പോൾ അടിയെടുത്തേണ്ട ഇറങ്ങും, അടിയുണ്ട് തുടങ്ങും. കാരണം എന്താ, ഈ 10 വയസ്സ് വരെ കുട്ടി നിസ്കരിക്കുക എന്നുള്ള സംഗതി കേട്ടിട്ടുണ്ടാവില്ല. എന്നിട്ട് ഹദീസിൽ വന്നിട്ടുണ്ട് അടിക്കാൻ. പിന്നെ 10 വയസ്സായി അടി തുടങ്ങിയിട്ട് കാര്യമില്ല. അള്ളാൻ്റെ റസൂല് പറഞ്ഞതുപോലെ നമ്മൾ ചെയ്തു നോക്കി, കുട്ടികൾ തുടങ്ങും. ഇത് അള്ള പറഞ്ഞ് പഠിപ്പിച്ചെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കിത് പറഞ്ഞു തന്നിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ശിക്ഷണം കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ മക്കൾ തുടങ്ങുമെന്നാണ്. അതുകൊണ്ടാണ് ലുക്മാൻ അലൈഹിസ്സലാം അവിടുന്ന് നൽകുന്നത് യാ ബുനയ്യ അഖിമിസ്സലാം, നിസ്കാരത്തിന് വേണ്ടി നിൽക്കണം എന്നുള്ളതാണ്, നിസ്കരിക്കണം എന്നുള്ളത്. ചേർത്തു പിടിച്ചുകൊണ്ടുള്ള ഉപദേശങ്ങളാണ് പ്രിയമുള്ളവരെ വിലപ്പോകുന്നത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം അല്ലേ. നമ്മൾ നമുക്കൊക്കെ പേടി എന്താ, മക്കൾ വേറെന്തെങ്കിലും തെറ്റ് ചെയ്യോ, അതല്ലെങ്കിൽ വേറെന്തെങ്കിലും വലിയ അപകടങ്ങളിലേക്ക് ചെന്ന് പെടുമോ അല്ലേ. ഇന്നത്തെ തലമുറ അങ്ങനെ കോളേജിലേക്കാണ് പോണത്, എന്താകുന്ന അവസ്ഥ അറിയില്ല. നാളെ MDMA പിടിക്കപ്പെട്ടതിൽ എൻ്റെ മകൻ ഉണ്ടാവുമോ എന്നുള്ള പേടി അല്ലേ. എന്നാലോ നിസ്കരിക്കാത്തതിൻ്റെ വിഷയത്തിൽ ഇന്ന് വരെ ബേജാറായിട്ടില്ല. 10, 15, 20, 25 വയസ്സായിട്ടുണ്ട്. നിസ്കരിക്കാത്തതിൻ്റെ വിഷയത്തിൽ വാപ്പാക്കുന്നവരെ ബേജാറില്ല. കോളേജിലേക്കാണ് പോണത്, അതല്ലെങ്കിൽ മറുനാട്ടിലേക്ക് ജോലിക്ക് വേണ്ടി പോവാണ്, എന്താ അവസ്ഥ എന്നറിയില്ല, വല്ലാത്ത ബേജാറാ. ഉലമാക്കൾ പഠിപ്പിച്ചിരുന്നത് എന്താ അറിയോ, മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ തൻ്റെ മജ്മുഉൽ ഫതാവയിൽ പറയുന്നുണ്ട്, നിസ്കാരം ഒഴിവാക്കുന്നത് മോഷ്ടിക്കുന്നതിനേക്കാളും വ്യഭിചരിക്കുന്നതിനേക്കാളും മദ്യപിക്കുന്നതിനേക്കാളും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനേക്കാളും മോശമുള്ള കാര്യമാണ്. നമ്മളെ മകൻ മയക്കുമരുന്നിന് അഡിക്റ്റാണ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിസ്കരിക്കണമല്ലെങ്കിൽ അതിനെക്കാട്ടും വലുതോനെ അവിടെ ഉണ്ട്. നിസ്കാരം എന്നുള്ളത് സംഗതി ഒഴിവാക്കിയിട്ടുണ്ട്. നിസ്കാരം ഒഴിവാക്കുന്നതിനേക്കാൾ വലുതല്ല, വലിയ തെറ്റല്ല എന്ത്, മയക്കുമരുന്ന് ഉപയോഗിക്കുക. അതിനർത്ഥം മയക്കുമരുന്ന് ഉപയോഗിക്കുക എന്നുള്ളതല്ല പറഞ്ഞുകൊണ്ട് വരുന്നത്. അതിഗൗരവമാണ് നമസ്കാരം ഒഴിവാക്കുക എന്നുള്ളത്. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല പറഞ്ഞത്, നിസ്കാരം ഒഴിവാക്കിയ ഒരാളെന്താ, കാഫിറാണ്. കാരണം ഒരു മുസ്ലിമും ഒരു കാഫിറും തമ്മിലുള്ള വ്യത്യാസം നമസ്കാരമാണ്. ഫമൻ തറകഹ ഫഖദ് കഫറ, നിസ്കാരം ഒഴിവാക്കി കാഫിറായി. ഇസ്ലാമിൽ തന്നെ പുറത്തു പോയിട്ട് പിന്നെ MDMA പിടിച്ചു പറഞ്ഞിട്ട് മേവലാതിയിട്ടിട്ട് എന്താ പറയണം, ദീനിനെ എന്ന് പുറത്താണ്. പിന്നെ ഇവിടെ കുറേ കരഞ്ഞിട്ട് എന്താ കാര്യം. അതുകൊണ്ട് അതെന്ത് വേണം, അത് ചെറുപ്പത്തിലേ ശീലിപ്പിക്കണം എന്നുള്ളതാണ്. അത് ആ നന്മകളൊക്കെ തുടങ്ങണമെങ്കിൽ എന്ത് വേണം, അള്ളാനെ കുറിച്ചുള്ള ബോധ്യം ഉണ്ടാകണം. അതാണ് 4-മത്തത്, അള്ള കാണും എന്ന ഭയം അവരുടെ ഹൃദയത്തിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. എന്ത് ചെയ്താലും അള്ള അറിയൂട്ടോ, അള്ള കാണൂട്ടോ എന്നുള്ളത് ചെറുപ്പത്തിലേ നമുക്ക് ശിക്ഷണം കൊടുക്കാൻ കഴിയേണ്ടതുണ്ട്. എല്ലാ സമയത്തും മക്കളെ നിയന്ത്രിക്കാൻ എന്നുള്ളത് അത് നമുക്ക് സാധിക്കില്ല. എല്ലാ സമയത്തും മക്കൾ നമ്മളെ കൂടെ ഇല്ല. അതുകൊണ്ട് തന്നെ അവർ ഹറാമിലേക്ക് പോകുന്നുണ്ടോ, അവർ അവരുടെ മൊബൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്തെല്ലാം കാണുന്നു എന്നുള്ളത് നമ്മളുടെ നിരീക്ഷണത്തിൽ 24 മണിക്കൂറും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് അവരുടെ വിഷയത്തിൽ നമുക്ക് സമാധാനപ്പെടണമെങ്കിൽ എന്തു വേണം, അള്ളാഹു ഉണ്ട് എന്നും അള്ള കാണുമെന്നും അള്ള നിരീക്ഷിക്കുമെന്നുള്ള കൃത്യമായ ഭയം അവരുടെ ഹൃദയത്തിൽ ചെറുപ്പത്തിലേ ഇട്ട് പഠിപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ ലുക്മാൻ അലൈഹിസ്സലാം തൻ്റെ മകന് കൊടുത്ത ഉപദേശം, യാ ബുനയ്യ, എൻ്റെ പൊന്നുമോനെ, ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. എൻ്റെ പൊന്നുമോനെ, ഒരു കടുകുമണി അത്ര പോകുന്ന സാധനം, ഫതകും ഫീ സഖറ, അതൊരു പാറക്കിൻ്റെ ഉള്ളിലോ, ഔ ഫി സമാവാതി ഔ ഫിൽ അർദി, അല്ലെങ്കിൽ ആകാശത്തോ ഭൂമിയിലോ എവിടെ കൊണ്ടുപോയി നീ ഒളിപ്പിച്ചു വെച്ചാലും യഅതി ബിഹല്ലാഹ്, അല്ലാഹ് പുറത്തുണ്ട്.
എന്താ പറഞ്ഞത്? നീ എന്തു തന്നെ ചെയ്താലും ശരി, ആരുടെ കണ്ണ് വെട്ടിച്ചെന്തു ചെയ്താലും ശരി, അല്ല പുറത്തുകൊണ്ടുവരും. അതുകൊണ്ട് നീ ഫോണിൽ എന്ത് കാണുന്നോ, നീ എവിടെയെല്ലാം പോകുന്നോ, നീ സ്കൂളിൽ വെച്ച് എന്തെല്ലാം പറയുന്നോ, എന്തെല്ലാം ചെയ്യുന്നോ, അവിടുത്തെ ഫ്രണ്ട്സുമായി നീ എന്തെല്ലാം സംസാരിക്കുന്നോ, ഇതൊന്നും ഉപ്പ അറിഞ്ഞിട്ടില്ലെങ്കിലും ഉമ്മ അറിഞ്ഞിട്ടില്ലെങ്കിലും അല്ല അറിയൂട്ടോ, അല്ല അറിയും. ഇത് ഇന്ന് ഞാൻ അറിഞ്ഞിട്ടില്ലെങ്കിലും പരലോകത്തിട്ടെങ്കിലും അല്ല എന്നെ അറിയിച്ചു തരും. അതുകൊണ്ട് ആ ബോധ്യം ഉണ്ടാകണം എന്നുള്ളത് നമ്മളെ മക്കളുണ്ട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ, ആ ബോധ്യമുള്ള മക്കളായി നമ്മുടെ മക്കൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ ഓരോ വിഷയത്തിൽ ടെൻഷന് വേണ്ട. അതാണ് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഞാൻ നിനക്ക് കുറച്ച് ഉപദേശം പറഞ്ഞു തരട്ടെ, നിനക്ക് കുറച്ച് ഉപദേശം തരട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചേർത്തു പിടിച്ചു കൊണ്ട് പറയാണ്, യാ ഗുലാം ഇഹ്ഫദില്ലാഹ് യഹ്ഫദുക ഇഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക്. നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. അങ്ങനെയെങ്കിൽ നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ സംരക്ഷിക്കും. നീ അല്ലാഹുവിനെ സൂക്ഷിക്കുകയാണ് എങ്കിൽ നിനക്ക് നിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിനക്ക് നിന്റെ റബ്ബിനെ കാണാൻ കഴിയും എന്നുള്ളതാണ്. നിനക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ ഈ ലോകത്തെ മുഴുവൻ മനുഷ്യന്മാർ ഒരുമിച്ച് കൂടിയിട്ട് കാര്യമില്ല, അത് തടുക്കാൻ കഴിയില്ല. നിനക്കൊരു ഖൈർ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തെ മുഴുവൻ മനുഷ്യന്മാരത് തടുക്കാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല, അത് തടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഈ ഉപദേശം ചെറുപ്രായത്തിലെ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകി എന്നുള്ളതാണ്. ഈ ഉപദേശങ്ങൾ നമ്മുടെ മക്കൾക്ക് ചെറുപ്രായത്തിലെ കൊടുക്കാൻ കഴിയണം. അവർക്ക് കൃത്യമായി റബ്ബിനെ കുറിച്ചുള്ള ബോധ്യമുണ്ടാക്കി കൊടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അഞ്ചാമത്തത്, മക്കൾക്ക് നമ്മൾ ഓരോരുത്തരും മാതൃകകളാകുക എന്നുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് പ്രിയമുള്ളവരെ. അതായത് വീട്ടിലെ ഒന്നാമത്തെ കണ്ണാടി എന്ന് പറയുന്നത് നമ്മളെ മക്കളാണ്. ശരിക്കാലോചിച്ചോളി, നമ്മുടെ വീട്ടിലെ ഒന്നാമത്തെ കണ്ണാടി എന്ന് പറയുന്നത് നമ്മുടെ മക്കളാണ്. നമ്മളെങ്ങനെ ചിരിക്കുന്നു അതുപോലെ ചിരിക്കുന്ന മക്കൾ, നമ്മളെങ്ങനെ പെരുമാറുന്നു അതുപോലെ പെരുമാറുന്ന മക്കൾ. നമ്മുടെ ചെരുപ്പിട്ടിട്ട ചെറിയ കുട്ടികൾ എന്ത് ചെയ്യുക, അവർക്ക് ചെരുപ്പുണ്ടെങ്കിലും ഉപ്പാൻ്റെ ചെരുപ്പിട്ടിട്ട കുട്ടികൾ നടക്കുക. അതെന്തേ? അങ്ങനെ നമ്മൾ പിന്തുടരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്താണോ അതാണ് നമ്മുടെ മക്കൾ എന്നുള്ളതാണ്. അതുകൊണ്ട് മക്കളെ ഉപദേശിക്കുമ്പോൾ, മക്കൾക്ക് തെറ്റുകൾ തിരുത്തി കൊടുക്കുമ്പോൾ, ഇത് ഏതെങ്കിലും നിമിഷത്തിൽ എന്നിൽ നിന്നു പഠിച്ചതാണോ ഈ തിന്മ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ഒന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, തിരുത്താൻ നിൽക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അല്ലേ. നമ്മൾ മക്കളോട് നിസ്കരിക്കുമ്പോൾ വാപ്പ നിസ്കരിക്കണത് കാണുന്നില്ല, ഉമ്മ നിസ്കരിക്കണത് കാണുന്നില്ല, പിന്നെ കുട്ടികളെ എങ്ങനെ നിസ്കരിക്കുക? മദ്രസയിൽ നിന്ന് നിസ്കാരത്തെക്കുറിച്ച് പഠിച്ചില്ലേ? നിസ്കരിക്കണം എന്ന് പറഞ്ഞിട്ട് ആജ്ഞാപിക്കല്ല, കൊണ്ടുപോയി കൂടെ നിർത്തി നിസ്കരിക്കാൻ നമ്മൾ ശീലിപ്പിക്കണം. ഇത് നമ്മൾ വെറും ഇങ്ങനെ ഒരു കമൻട്രിമാരി കുട്ടികളോട് ഇങ്ങനെ കൽപ്പിക്കുന്നവരായിട്ട് രക്ഷിതാക്കൾ മാറരുത് എന്നുള്ളത്. രക്ഷിതാക്കൾ മാറരുത്, അവരുടെ കൂടെ എല്ലാത്തിനും മാതൃകകളായിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മാറണം. നമ്മളെ ഉമ്മനോട് ഉപ്പനോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറിയല്ലോ ഓരോ നമ്മളോട് പെരുമാറുള്ളൂ. ഇല്ലെങ്കിൽ ഒന്ന് പറഞ്ഞാൽ രണ്ടിന് ദേഷ്യം പിടിച്ചു പോകും. കാരണം എന്താ? ഒന്ന് പറഞ്ഞ് രണ്ടിനോട് ചൂടാവണ, വല്യമ്മനോട് ചൂടാവണ വാപ്പനെ കുട്ടി കാണുന്നത്, അത് വലിയൊരു ഇതാണ്. അതുകൊണ്ടാണ് നമ്മൾ വളരെ അധികം എന്ത് ചെയ്യേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത്. നമ്മൾ ചെയ്യുന്ന നന്മയാണ് കുട്ടിക്ക് നന്മ, നമ്മൾ ഒഴിവാക്കുന്നതെല്ലാം കുട്ടിക്ക് തിന്മയാണ്. അതുകൊണ്ട് നമ്മൾ ഓരോന്നും വീട്ടിൽ നിന്ന് ഓരോന്നും ചെയ്യുമ്പോഴും ശരിക്കും ആലോചിക്കേണ്ടതുണ്ട്, ഇതിൻ്റെ കുട്ടി എന്നെ കണ്ടു പഠിക്കും എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഉമ്മമാർക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ അരികിൽ വന്ന് ചോദിക്കുകയാണ്, ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടത് ആരോടാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മുക്ക, എൻ്റെ ഉമ്മയോട്. 3 തവണ അവിടുന്ന് ആവർത്തിച്ചു പറഞ്ഞു, നിൻ്റെ ഉമ്മയോട്, ഉമ്മയോട് എന്നുള്ളതാണ് അല്ലേ. വീട്ടിലെ ഒന്നാമത്തെ മദ്രസ അത് ഉമ്മയാണ്, ഉപ്പയാണ്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ, വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ചില അശ്രദ്ധകൾ അത് വലിയ കോട്ടങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. എത്രത്തോളം എന്ന് വെച്ചാൽ ഇപ്പോൾ ന്യൂജൻ ഉമ്മമാരുടെ ഒരു പ്രശ്നം എന്താ അറിയോ? ന്യൂജൻ ഉമ്മമാരുടെ, നമ്മളൊക്കെ കുട്ടികളെ പിന്നെ വളർത്തിയിട്ടുണ്ട്, അതല്ലെങ്കിൽ കണ്ടിട്ടുണ്ട്, ഉമ്മമാർ കുട്ടികളെ വളർത്തുന്നത് കണ്ടിട്ടുണ്ട്. പണ്ടൊക്കെ ഉമ്മമാരെന്ത് ചെയ്തത്, പാല് കൊടുക്കുമ്പോൾ നല്ല നല്ല കഥകൾ പറയും, നല്ല നല്ല പിന്നെ പാട്ടുകൾ, അവർക്ക് അർത്ഥമുള്ള ആശയമുള്ള പാട്ടുകൾ പാടിക്കൊണ്ട് അവർക്ക് കൃത്യമായി അത്തരം കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് പാലെടുക്കും. ഇന്നത്തെ ആളുകളോ, ഇന്ന് പാലിങ്ങനെ കൊടുക്കും, അപ്പുറത്തിരുന്ന് ഇങ്ങനെ റീൽസ് ഇങ്ങനെ കാണും ചെയ്യും.
എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് കുട്ടി നന്നാവണില്ല, കുട്ടി പറഞ്ഞാൽ കേൾക്കില്ല. എങ്ങനെ കേൾക്കുക? കുട്ടി കിട്ടുന്നത്, ഉമ്മയിൽ നിന്ന് കിട്ടുന്നത് ഇതാണ്. തൻ്റെ ഗർഭസ്ഥ സമയത്ത് പോലും കുട്ടിക്ക് കേൾക്കാൻ കഴിയുമെന്ന് പഠനങ്ങൾ തെളിയിക്കുമ്പോൾ റീൽസിനും അത്തരം കാര്യങ്ങൾക്കും അടിമപ്പെട്ടുകൊണ്ട് സമയം ഒന്നുമില്ല. അവനൻ്റെ വീട്ടിൽ പോയിട്ട് ഇനി 3 മാസം ഫുൾ റെസ്റ്റാണ്, പ്രസവിക്കുന്നത് വരെ അവനൻ്റെ വീട്ടിലാണ്, ഒരു പണിയില്ല, അനങ്ങണ്ട, ഉമ്മ ഒന്നിനും സമ്മതിക്കൂല. എന്നാൽ പിന്നെ എന്താ പണി? ഇരുന്ന് റീൽസ് കാണുക, വീഡിയോസ് കാണുക. ഇതിൻ്റെ ബൈ പ്രൊഡക്റ്റായിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് വരും. എന്നിട്ട് കുട്ടി പറഞ്ഞാൽ കേൾക്കില്ല എന്ന് കുറച്ച് കഴിഞ്ഞ് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു കാര്യവുമില്ല. അതിനുള്ള ഏറ്റവും വലിയ ഉത്തരവാദി നമ്മൾ തന്നെയാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് ഉമ്മമാർക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. ഉപ്പമാരെന്ന് പറയുന്നത് അവരവരുടെ ജോലി കഴിഞ്ഞ് വരുന്ന സമയങ്ങൾ മാത്രമേ വീട്ടിലുള്ളൂ. ആ സമയത്തും കൃത്യമായ ഉത്തരവാദിത്തം ഉപ്പമാർക്കുണ്ട്. ഒളിച്ചോടാൻ ഒരു കാരണവശാലും നിർവാഹമില്ല എന്നുള്ള നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഉത്തരവാദിത്തമുണ്ട്. മഹാനായ ഇമാം ഷാഫിഈ റഹിമഹുല്ലാ, ലോകമറിയപ്പെട്ട വലിയ പണ്ഡിതനായി മദ്ഹബിൻ്റെ ഇമാമായി ഇമാം ഷാഫിഈ റഹിമഹുല്ലാ മാറിയതിൻ്റെ പിന്നിൽ തൻ്റെ ഉമ്മയുടെ പരിശ്രമമായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ലോകമറിയപ്പെടുന്ന പണ്ഡിതന്മാരായി നമ്മുടെ മക്കളെ മാറ്റാൻ പറ്റും. ഇനി എന്ത് വേണം? വാപ്പിമ്മയൊന്ന് മനസ്സ് വെക്കണം എന്നറിയാം. ഇമാം ഷാഫിഈ റഹിമഹുല്ലാ അവിടുന്ന് ഗസയിൽ നിന്ന് ഉമ്മയോടൊപ്പം യാത്ര തിരിക്കുകയാണ് മദീനയിലേക്ക്. അന്നത്തെ ലോകമറിയപ്പെടുന്ന ഇമാം മാലിക്കിൻ്റെ അരികിൽ നിന്ന് ഇൽമു പഠിക്കുന്നതിന് വേണ്ടി ഇമാം ഷാഫിഈ റഹിമഹുല്ലാ തിരിക്കുകയാണ്. ചെറുപ്രായത്തിലെ ഉപ്പ മരണപ്പെട്ട ഇമാം ഷാഫിഈ റഹിമഹുല്ലാ ഉമ്മ കൊണ്ടുപോകാൻ 7ാമത്തെ വയസ്സിൽ അദ്ദേഹം വിശുദ്ധ ഖുർആൻ പൂർണ്ണമായി മനഃപ്പാഠമാക്കി. 10 വയസ്സാകുമ്പോഴേക്കും ഇമാം മാലിക്കിൻ്റെ മുവത്ത ഗ്രന്ഥം പൂർണ്ണമായും മനഃപ്പാഠമാക്കിയിട്ടാണ് ഇമാം മാലിക്കിൻ്റെ അരികിലേക്ക് ദീനു പഠിക്കാൻ വേണ്ടി ചെറുപ്രായത്തിൽ ഉമ്മയുടെ കയ്യും പിടിച്ച് മദീനയിലേക്ക് കയറി ചെല്ലുന്നത്. ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഒരുപാട് ചരിത്രം. മഹാനായ സുഫിയാൻ സൗരി റഹിമഹുല്ലാ, അദ്ദേഹം ഉപ്പ മരണപ്പെട്ട് ഉമ്മയോട് പറയുന്നുണ്ട്, ഉമ്മ വല്ലാത്ത പ്രയാസത്തിലാണ്, ഞാൻ ജോലിക്ക് പോവാ. ഉമ്മ പറയുന്നുണ്ട്, നീ ജോലിക്കല്ല പോകേണ്ടത്, എന്നെ അനുസരിക്കണം, നീ പഠിക്കാൻ പോകണം. ലോകമറിയപ്പെടുന്ന പണ്ഡിതനായി സുഫിയാൻ സൗരി റഹിമഹുല്ലാ മാറിയിട്ടുണ്ട് എങ്കിൽ ഒരു ഉമ്മയുടെ ത്യാഗമാണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. എന്നാൽ നേരെ തിരിച്ചുണ്ട്. ഉമ്മ കിടന്നാലോ? അതാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമയുടെ മകൻ്റെ ചരിത്രം, അല്ലേ? ഉമ്മയുടെ സ്വാധീനമായിരുന്നു നൂഹ് നബി അലൈഹിസ്സലാമയുടെ മകനും അവിശ്വാസത്തിലേക്ക് പോകാൻ കാരണമെന്ന് മുഫസ്സിരീങ്ങൾ പഠിപ്പിച്ചു തരുമ്പോൾ ഒരു ഉമ്മയ്ക്ക് മക്കളുടെ വിഷയത്തിൽ വളരെയധികം ശ്രദ്ധയുണ്ട് എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഉപ്പമാരും വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജോലിയുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് എല്ലാം അവരെ ഏൽപ്പിച്ച് നമുക്കൊന്നും അറിയില്ല എന്നുള്ള നിലക്കല്ല. അവരുടെ ഓരോ നിമിഷത്തിലും നമ്മളും ഇടപെടണമെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. 6ാമത്തത്, അവരുടെ സുഹൃത്തുക്കളെക്കുറിച്ചുള്ള ധാരണ നമുക്കുണ്ടാകണം. എൻ്റെ മക്കളുടെ സുഹൃത്തുക്കൾ ആരാണ് എന്ന കൃത്യമായ ചിത്രം നമുക്കുണ്ടാകണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർറജുലു അലാ ദീനി ഖലീലിഹി, ഓരോ മനുഷ്യനും അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിലാണ്. ഫല്യൻദുർ അഹദുക്കും മൻ യുഖാലിൽഹു, അല്ലേ? ഓരോരുത്തരും നോക്കട്ടെ അവൻ ആരോടാ കൂട്ടുകൂടുന്നത്. അതുകൊണ്ട് നമ്മുടെ മകൻ്റെ മതം ഏതാണ്, നമ്മുടെ മകളുടെ മതം ഏതാണെന്നുണ്ടെങ്കിൽ തിരിച്ചറിയണമെങ്കിൽ എന്ത് നോക്കിയാൽ മതി? അവരുടെ കൂട്ടുകാരെ നോക്കിയാൽ മതി എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നത്. അതായത് വീട്ടിൽ നിന്ന് പഠിക്കാത്ത, വീട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ സുഹൃത്ത് വലയത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്, അല്ലേ? ഒരു പക്ഷേ ആദ്യമായി മദ്യപിക്കുന്നത് സുഹൃത്തുക്കളുടെ കൂടെ പോയിട്ടായിരിക്കും, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് കൂടെ പോയിട്ടായിരിക്കും. അത് വാപ്പാനെ കണ്ടിട്ടാവില്ല. വാപ്പാനെ കണ്ടിട്ട് ഏറെ പഠിക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്തുണ്ടാവും? ആകെ ഒരു സിഗരറ്റ് വലിക്കാൻ പഠിക്കും. ഇതായിരിക്കും കോമൺ ആയിട്ട് ഒരു കുറച്ചൊക്കെ ദീനുള്ള ഫാമിലിയിൽ ഉണ്ടാവുന്നത്, അല്ലേ? ബാക്കിയുള്ളതൊക്കെ എവിടുന്ന പഠിക്കുന്നത്? അത് സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ നിന്നാണ്. അതുകൊണ്ട് എൻ്റെ മകൻ, എൻ്റെ മകൾ കൂട്ടുകൂടുന്നത് ചീത്ത കൂട്ടുകെട്ടായിട്ടാണോ നല്ലതായിട്ടാണോ? അതുകൊണ്ട് എല്ലാ കൂട്ടുകാരന്മാരും ചീത്തവരെന്നുള്ളതല്ല. നമുക്ക് അവരെക്കുറിച്ച് എൻ്റെ മകൾ, അവളുടെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അവരുടെ പെരുമാറ്റ രീതികൾ, ഇതിനെക്കുറിച്ചൊരു ധാരണ നമുക്കുണ്ടാകണം. അതിങ്ങനെ ചൂഴ്ന്നന്വേഷിച്ച് ഓരെങ്ങനെ ടങ്ങറാക്കി പോകണം എന്നുള്ളതല്ല. വ്യക്തമായൊരു ചിത്രം നമുക്ക് എന്ത് ചെയ്യണം? ഇവരെക്കുറിച്ച് ഉണ്ടാകണം എന്നുള്ളതാണ്. കാരണം എന്താ? പല കാര്യങ്ങളും ഒരു കുട്ടി നന്നാകാനും ചീത്താകാനും
കൂട്ടുകെട്ട് മതി എന്നുള്ളതാണ്. കൂട്ടുകെട്ട് മതി. അതുകൊണ്ട് അതിനെക്കുറിച്ച് വ്യക്തമായ ചിത്രം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നല്ല കൂട്ടുകാരൻ്റെ ഉപമ ഒരു അത്തറ് കച്ചവടക്കാരനെ പോലെയാണ് അല്ലേ. ഓനത് തന്നു കഴിഞ്ഞാൽ അതെന്താ, അത് സുഗന്ധമാണ്. ഇനി ഒന്നുമില്ല, ഓനത് പിന്നെ അവൻ്റെ അടുത്ത് പോയി നിന്നാലോ സുഗന്ധം ഉണ്ടാവുള്ളൂ അല്ലേ. എന്നാൽ ചീത്ത കൂട്ടുകെട്ട് എന്ന് പറയുന്നത് അത് ഒരു പിന്നെ ആലയിൽ പിന്നെ ഇരുമ്പ് ചൂടാക്കുന്ന അല്ലെങ്കിൽ ആയുധങ്ങൾ ചൂടാക്കുന്നവനെ പോലെയാണ്. അവിടെ പോയി നിന്നാലോ മേത്തുക്കൊന്നാകെ അഴുക്കുകളെ പറ്റുക അല്ലേ, അതിൽ നിന്ന് ദുർഗന്ധം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ചീത്ത കൂട്ടുകെട്ടിൻ്റെ തിക്തഫലം ഇതായിരിക്കും. നല്ല കൂട്ടുകെട്ട് എന്ന് പറയുന്നത് സുഗന്ധമായിരിക്കും. അതുകൊണ്ട് നമ്മുടെ മക്കൾ ആരോട് കൂട്ടുകൂടുന്നു എന്നുള്ള ഒരു കൃത്യമായ ചിത്രം നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഏഴാമത്തത് അവരെ മര്യാദകൾ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അവരെ മര്യാദകൾ നമ്മൾ പഠിപ്പിക്കുക എന്നുള്ളതാണ് അല്ലേ. എന്ത് കഴിക്കണം എന്ത് കഴിക്കരുത് എന്നുള്ള കൃത്യമായ ചിത്രം നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കണം. നോക്കൂ നിങ്ങൾ, നമ്മളൊക്കെ എത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ ഭാര്യ ഗർഭിണിയാണ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മളിങ്ങനെ എന്ത് ചെയ്യും, പഠനം തുടങ്ങും അല്ലേ. എന്തൊക്കെ ഇപ്പോൾ ഭാര്യ കഴിക്കാൻ പറ്റും, അത് കുട്ടിനെ ബാധിക്കോ, ഇന്ന ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് കുട്ടിനെ ബാധിക്കോ, അത് ബാധിക്കൂലേ, അതെങ്ങനെയൊക്കെ എഫക്റ്റ് ചെയ്യും, ഇതൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക, വീട്ടിലേക്ക് സാധനങ്ങൾ മേടിച്ചു കൊടുക്കുക. എന്നതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാലോ കുട്ടിൻ്റെ വന്ന ഒരു അത്യാവശ്യം പ്രായമായി കഴിഞ്ഞാൽ ഓൻ്റെ ലെവലിൽ നമ്മളെ ലെവലിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താണ് ആ ഒരു സമയത്ത് ജനനത്തിന് മുമ്പ് കുട്ടിയുണ്ട് എന്നറിയുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എന്തേ ബാക്കിയുള്ള സമയത്ത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്തത്? അതുകൊണ്ട് അങ്ങനെ ഒരു പാതി വഴി നമ്മളെ കുട്ടിനെ കളിപ്പിക്കേണ്ട പ്രായത്തിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓരോ വഴിക്ക് എന്ന് പറഞ്ഞ് തിരിഞ്ഞ ഒരു സ്വഭാവം ഒരിക്കലും ഉണ്ടാകരുത് എന്നുള്ളതാണ്. നമ്മുടെ മക്കൾ അവർക്ക് 40 വയസ്സായാലും 50 വയസ്സായാലും നമ്മുടെ മക്കൾ തന്നെയാണ്. ആ രീതിയിൽ അവരോട് ഇടപെടാൻ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. കാരണം ചെറുപ്പത്തിലൊക്കെ നമ്മൾ വളരെ സ്നേഹത്തോടു കൂടി നമ്മൾ ഉപദേശം കൊടുത്തു നോക്കി, അതവർ പഠിക്കും, അതവരുടെ ജീവിതത്തിൽ പകർത്തും. അപ്പോൾ നമ്മളെ ജീവിതം എന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിനോട് അല്ലെങ്കിൽ നമ്മളെ ഭാര്യനോടൊക്കെ പറയുന്നത് ഇത് എൻ്റെ ഉപ്പനെ കണ്ടു പഠിച്ചത്, ഇത് എൻ്റെ ഉപ്പൻ്റെയൊക്കെ നിന്ന് കിട്ടിയ സ്വഭാവം എനിക്കിത് അല്ലേ. നമ്മൾ വളരെ അഭിമാനത്തോടു കൂടി പറയണ്ടേ, എന്താ നമ്മളെയൊക്കെ നമ്മളെ മക്കൾ കിട്ടി, നമ്മളെ കണ്ടിട്ട് എന്താ നമ്മളെ മക്കൾ പഠിച്ചിട്ടുള്ളത്, ഇതിൻ്റെ ഉപ്പ പഠിപ്പിച്ചെന്നാന്നുള്ളത് നമുക്ക് പറയാമെങ്കിൽ നമ്മുടെ മക്കൾ അങ്ങനെ പറയാൻ എന്ത് ക്വാളിറ്റി ഉണ്ട് നമ്മുടെ അടുത്ത്. മഹാനായ ഉമർ ഇബ്നു അബീ സലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയുടെ മകനാണ്. മഹാനായ ഉമർ ഇബ്നു അബീ സലമ അദ്ദേഹം പറയാണ്, ഞാൻ ചെറുപ്രായത്തിൽ സ്വഹാബികൾ ഇരിക്കുന്ന സമയത്ത് എൻ്റെ കൈകൾ പാത്രത്തിൻ്റെ ഓരോ ഇടങ്ങളിലേക്ക് എത്തും. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ വിളിച്ചു, യാ ഗുലാം, ഏ പൊന്നുമോനെ, ബിസ്മില്ല, നീ ബിസ്മി ചൊല്ലണം. വക്കുൽ ബി യമീനിക്, നീ നിൻ്റെ വലത് കൈ കൊണ്ട് കഴിക്കണം. വക്കുൽ മിമ്മാ യലീക്, നീ നിൻ്റെ അടുത്ത് നിന്ന് കഴിക്കണം. എന്നിട്ട് മഹാനായ ഉമർ ഇബ്നു അബീ സലമ റളിയല്ലാഹു അൻഹു പറയാണ്, ആ ഉപദേശം പിന്നീട് ഒരിക്കലും ഞാൻ തെറ്റിച്ചിട്ടില്ല. ചെറുപ്രായത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പൊന്നുമോനെ എന്ന് വിളിച്ചുകൊണ്ട് ഉപദേശം നൽകിയതാണ്. നമ്മളെ മക്കളാണെങ്കിലോ നമ്മളെ കണ്ണൂരിട്ട് നോക്കും, എന്നിട്ട് പല്ല കടിച്ച് എന്നോടല്ല ഞാൻ പറഞ്ഞത് പറഞ്ഞിട്ടാണ് തുടങ്ങും അല്ലേ. അങ്ങനെ നമ്മൾ ഉപദേശം കൊടുക്കുക, കുട്ടി ജീവിതത്തിൽ അത് മാറ്റൂല. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു 45 വയസ്സിന് മുകളിൽ അല്ലെങ്കിൽ ഒരു 50 വയസ്സിന് മുകളിലുള്ളവരൊക്കെ ഉപദേശത്തിൻ്റെ രീതി എന്ന് പറഞ്ഞത്, ആ പ്രായക്കാരുടെ ഒരു ഏകദേശം ഉപദേശത്തിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ടുകൊണ്ട്. അതുകൊണ്ട് ഇന്നത്തെ തലമുറ ദേഷ്യപ്പെട്ടിട്ട് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് നമ്മളെ ഉപ്പ നമ്മളെ വിറപ്പിച്ച് നിർത്തിയിട്ട് നമ്മളെ സ്വഭാവം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ തലമുറനെ അങ്ങനെ പഠിപ്പിക്കുക എന്നുള്ളത് വ്യാമോഹം മാത്രമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ദേഷ്യപ്പെട്ട ഓർക്ക് ഇറങ്ങിപ്പോയ ഓരോ കയ്യിൽ നിന്നിട്ട് സ്വീകരിക്കുക. ഇന്ന് ആൾക്കാരുണ്ട് സോഷ്യൽ മീഡിയ ഇരിക്കുകയാണ് ഈ പോരെന്ന് പറഞ്ഞിട്ട് എല്ലാ ദുലുമാത്തുകളിലേക്കും എല്ലാ തോന്യാസത്തിലേക്കും കൊണ്ടുപോയിട്ട് മകനെയും മകളെയും നശിപ്പിച്ച് തരാൻ വേണ്ടി ഇന്ന് സമൂഹം മുന്നിൽ കയ്യിൽ നീട്ടിയിരിക്കുകയാണ്. അവിടെ നമ്മൾ വിറപ്പിച്ചിട്ടുണ്ട് കുട്ടികളെ ദേഷ്യപ്പെട്ടിട്ട് ഉപദേശിച്ചാലോ ഓര് പോയി കഴിഞ്ഞാൽ പിന്നെ തല തിരിഞ്ഞിട്ടാവും പിന്നെ നമ്മൾ കേൾക്കുന്നത്. അതുകൊണ്ട് സ്നേഹത്തോടുകൂടി ഹിക്മത്തോടുകൂടി ചേർത്തു പിടിച്ച് അവരെ ഉപദേശിക്കുക എന്നുള്ളത് മാത്രമാണ് പരിഹാരം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ഒക്കെ ഒരാകത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ചെറുപ്പത്തിലേ ദീന് പഠിപ്പിച്ച് അത് മനസ്സിലാക്കി അതിനനുസരിച്ച് വളർത്തി വലുതാക്കുക എന്നുള്ളത്. ഒന്നൊരു പേടിയും പേടിക്കണ്ട, ഒരു പ്രശ്നവും ഉണ്ടാവില്ല.
നമ്മൾ അവരുടെ എൻജിനീയറിൻ്റെ വിഷയത്തിൽ വല്ലാത്ത ശുഷ്കാന്തിയാണ്, അവരുടെ എൻട്രൻസിൻ്റെ വിഷയത്തിൽ വല്ലാത്ത നമ്മൾ ശ്രദ്ധ പുലർത്തുന്നുണ്ട് അല്ലേ? ഓരോ വിഷയത്തിനും എത്ര മാർക്ക് നേടി, എങ്ങനെ പഠിക്കുന്നു അല്ലേ? റൂമ് പോയി തുറന്നു നോക്കും, പഠിക്കുന്നുണ്ടോ അല്ലേ? എന്നാൽ അതേപോലെ നിസ്കരിക്കുന്നുണ്ടോ, നോമ്പെടുക്കുന്നുണ്ടോ, എന്തൊക്കെ നന്മകൾ ചെയ്യുന്നുണ്ട്, അതൊന്നും പരിശോധിച്ച് നോക്കില്ല. പഠനത്തിൻ്റെ വിഷയത്തിൽ എത്ര മണിക്കൂർ ഇരുന്ന് പഠിക്കുന്നുണ്ട്, അതിൽ വരുന്ന ഫോളോ അപ്പുകൾ എല്ലാം കൃത്യമാണ്. എന്നാൽ ദീനിൻ്റെ വിഷയത്തിലോ അതിൽ കൃത്യത കാണിച്ചിട്ടില്ല എങ്കിൽ പ്രശ്നമായിരിക്കുന്നുള്ളതാണ്. അതുകൊണ്ട് ദീനാണ് ഇതിനൊക്കെ ഏറ്റവും വലിയ പരിഹാരം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. മക്കളെ ദീന് പഠിപ്പിച്ചിട്ടുണ്ടോ, ഉപകാരം ആഖിറത്തിൽ അനുഭവിച്ചറിയും പ്രിയമുള്ളവരെ അല്ലേ? നമ്മുടെ മക്കളുടെ സ്വർഗമാണ് മാതാപിതാക്കൾ എന്ന് പറയാറുണ്ട് അല്ലേ? മാതാപിതാക്കളെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് സ്വർഗമുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഈ മാതാപിതാക്കൾക്ക് സ്വർഗം കിട്ടണമെങ്കിൽ എന്താ? ഞാനൊന്ന് ഉമ്മിപ്പി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന കിട്ടണതല്ല, മക്കളാണ് അവനവൻ്റെ സ്വർഗം നിശ്ചയിക്കുന്നതെന്ന് മനസ്സിലായിക്കോളും. കാരണം എന്താ അറിയോ? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാതാപിതാക്കൾ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ ഒരിങ്ങനെ കയറിപ്പോകും. റബ്ബിനോട് പറയും, അല്ലാ ഇതിനൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ, ഇതിന് മാത്രം നന്മകളൊന്നും എൻ്റെ ജീവിതത്തിലില്ലല്ലോ എന്ന് പറയുമ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാം. അവിടുന്ന് റബ്ബ് തിരിച്ചു പറയുന്ന, നിന്റെ മകളുടെ ദുആഇന്റെ ഫലമാണ്, അവരുടെ ഇസ്തിഗ്ഫാറിന്റെ ഫലമാണ് നിനക്ക് ഈ നേട്ടങ്ങളെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരാം. നോക്കൂ നിങ്ങൾ, നമ്മളെ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ മക്കൾ, ആ മക്കളുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇന്ന് മരിക്കുകയാണെങ്കിൽ നാളെ മുതൽ ദറജകൾ കൂടാണ്. നമ്മൾ സ്വർഗത്തിലാണ് എങ്കിൽ ദറജകൾ കൂടാണ്. നമുക്ക് വേണ്ടി മുടങ്ങാതെ മറക്കാതെ പ്രാർത്ഥിക്കുന്ന ഒരു മകൾ നമുക്കുണ്ടെങ്കിൽ അത് വലിയ മുതൽക്കൂട്ട സ്വർഗത്തിൽ. അത് ശരിക്കും ആലോചിച്ചുകൊണ്ട് നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളാണോ എന്നുള്ളത് ആലോചിച്ച് നോക്കുക. എന്താ പരിഹാരം? ദീനു മാത്രമേ പരിഹാരമുള്ളൂ, വേറൊരു പരിഹാരമില്ല. എൻജിനീയറാക്കുക എന്നുള്ളത് നാളെ സ്വർഗം കിട്ടാനുള്ള പരിഹാരമല്ല. നാളെ സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ ഡോക്ടറാവുക എന്നുള്ളതല്ല പരിഹാരം. ഇതൊക്കെ ഭൗതികമായി നല്ല രീതിയിലെത്താൻ ഇതൊക്കെ വേണം, അതിലൊക്കെ എത്തിപ്പെടും വേണം. പക്ഷേ ദീന് മറന്നുകൊണ്ട്, ദീൻ അവഗണിച്ചുകൊണ്ട്, ദീനിനെ മാറ്റിവെച്ചുകൊണ്ട് ഒരു ഡോക്ടറായ മകനാണ് എങ്കിൽ, ഒരു എൻജിനീയറായ മകനാണ് നമുക്കുള്ളത് എങ്കിൽ, അങ്ങനെ മക്കളെ ആക്കാനാണ് നമ്മൾ സ്വപ്നം കാണുന്നത് എങ്കിൽ, ആ മക്കളെ കൊണ്ട് ദുനിയാവിൽ പൈസ ഉണ്ടാക്കി തരുന്നല്ലാതെ ആഖിറത്തിലേക്ക് ഒരു മെച്ചവും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ആഖിറമാണ് എന്നെന്നും അവശേഷിക്കുന്നത്. അവിടേക്ക് മെച്ചത്തിന് വേണ്ടിയുള്ള ഒരു മക്കളെ വളർത്തുക, വാർത്തെടുക്കുക. അത്തരം രക്ഷിതാക്കളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വല്ലാഹു തആല അഅലം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക നശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത വനസ്തഗ്ഫിറുക വനതൂബു ഇലൈക. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.